ഞാൻ വിശ്വസിച്ചോട്ടെ. പോവാ ഞാൻ, പോയിട്ട് വരാൻ ഞാൻ. എന്റെ മോള് ഭാഗ്യം ചെയ്തവളാ. എനിക്കറിയായിരുന്നു എന്റെ മാതാവ് അവളെ കൈവിടില്ലെന്ന്. ഞാൻ വരും, പോയിട്ട് വരാൻ ഞാൻ. പോയിട്ട് വരാം മാതാവേ, പോയിട്ട് വരാൻ ഞാൻ മാതാവേ. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. അതെ സർ. അവസാനത്തെ 5 അക്ക നമ്പറുകൾ ഇതന്നെ ആയിരിക്കില്ലേ? ആയിരിക്കോ? അല്ല, രണ്ടാമത്തെ മോള് വിളിക്കുമ്പോൾ കണ്ട നമ്പറിന്റെ അവസാനത്തെ അക്കം 0 തന്നെയാണെന്നാ എന്റെ ഓർമ്മ. മാതാവായിട്ടാ കപ്പേളയിൽ ഈ നമ്പർ കൊണ്ട് വെച്ചത്. എന്റെ മോൾക്ക് മാതാവിന് അത്രയ്ക്ക് ഇഷ്ടായിരുന്നു, വിശ്വാസമായിരുന്നു. മാതാവിനെ സഹായിക്കാതിരിക്കാൻ പറ്റത്തില്ല സാറേ. നമ്മൾ അറിയിച്ചതാ മാതാവ്. സാറൊന്ന് വിളിച്ചു നോക്കി ഈ നമ്പറിലേക്ക്. ഈ നമ്പറിൽ കിട്ടും എന്റെ ഏഞ്ചൽ മോള്. ജോൺസന്റെ വിശ്വാസം ശരിയാവട്ടെ. മാതാവ് തന്നെയായിരിക്കും ഈ നമ്പർ നമ്മുടെ കയ്യിലെത്തിച്ചത്. സാറൊന്ന് വിളിക്കേ. ജോൺസ, അത് മണ്ടത്തരാവും. ഏഞ്ചൽ അകപ്പെട്ടിരിക്കുന്നത് ഏതു തരത്തിലുള്ള ആൾക്കാരുടെ കയ്യിലാണെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. ഒരു പക്ഷേ നമ്മുടെ ഒരു വിളി അത് മതിയാകും ഏഞ്ചലിന്റെ ജീവൻ അപകടത്തിലാവാൻ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും സാർ? പേടിക്കണ്ട, വളരെ പ്ലാൻ ചെയ്ത് വേണം നമ്മൾ കാര്യങ്ങൾ നീക്കാൻ. 8249165730. ഈ നമ്പർ ആരുടേത്, വിലാസം ഏത്, അത് കണ്ടെത്തണം. ജോൺസൺ അല്പം വെയിറ്റ് ചെയ്യും. ഏഞ്ചൽ എവിടെയുണ്ടോ അവിടേക്ക് ഒട്ടും വൈകാതെ നമുക്ക് ക്രാഷ് ലാൻഡ് ചെയ്യാം. അമ്മച്ചി എന്നതേ കാണിക്കുന്നേ? ഇത് പപ്പയുടെ ഡ്രസ് ഫയലും ഒക്കെ അല്ലേ? അത് കത്തിച്ചു കളയുവാണോ? എന്തിനാ ഇതൊക്കെ കത്തിച്ചു കളയുന്നേ? അമ്മച്ചി, ഇതൊക്കെ പപ്പയുടെ അല്ലേ? കത്തി തീരട്ടല്ല, ഒന്നും വേണ്ട ഇനി. എന്ത് ഭ്രാന്താ അമ്മച്ചി കാണിക്കുന്നേ? അതെ, ഭ്രാന്ത് തന്നെയാ, മുഴുവൻ ഭ്രാന്ത്. ഒരു വാക്ക് പറയാതെ സ്വന്തം കാര്യം നോക്കി പോയില്ലേ നിന്റെ പപ്പ? പിന്നെ അങ്ങേരുടെ ഓർമ്മകളാണെന്നും പറഞ്ഞ് ഞാൻ എന്തിനാ ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നേ? ഒന്ന് പറയായിരുന്നല്ലോ, വേണ്ട, ഒന്ന് വിളിക്കായിരുന്നല്ലോ. ഒരു വിളി, എടി റീത്താമ്മേ, ഞാൻ ചാവാൻ പോവാന്ന് പറയായിരുന്നല്ലോ. നിന്നെ മോളെ അവസാനായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിടുമായിരുന്നു ഞാൻ. ഇല്ലല്ലോ, ചേർത്ത് പിടിച്ചേനെ ഞാൻ. അപ്പൊ ചെയ്തില്ല, എല്ലാത്തിന്നും ഒളിച്ചോടി. എന്നെ നിന്നെ തനിച്ചാക്കിയിട്ട് അങ്ങനെ രക്ഷപ്പെട്ടു. വലിയ മിടുക്കനായി. അങ്ങനെയുള്ള ഒരാളുടെ ഓർമ്മകൾ പോലും നമുക്ക് വേണ്ടടി മോളെ. കത്തിച്ചാമ്പലാവട്ടെ. മരണസമയത്ത് പോലും നിന്നെ എന്നെ ഓർക്കാത്ത ഒരാളുടെ ഒരടയാളം പോലും ഓർമ്മയായി ഇനി ഈ വീട്ടിലുണ്ടാവരുത്. നിന്റെ പപ്പയെ കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ദേ ഇതുപോലെ എന്റെ മനസ്സിൽ ഇപ്പൊ കത്തിയെരിഞ്ഞ് ചാമ്പലാവും.
ആക്കും ഞാൻ. എന്തിനാ എന്തിനാ എന്റെ മോള് കരയുന്നേ? വേണ്ട, കരയേണ്ടവളല്ല നീ. അമ്മച്ചി പറഞ്ഞത് സത്യ മോളെ. നമ്മളെ വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ പപ്പ പോയത്? പോട്ടെന്നേ. എന്തിനാ നമ്മളോട് യാത്ര പറയുന്നത്? നമ്മളാരാ? ആരുമല്ല. ജോൺ വാഴൂക്കാരന്റെ ആരുമല്ല നമ്മൾ രണ്ടുപേരും. ആരുമല്ല, ആരുമല്ല, ആരുമല്ല. എന്റെ മോള് പറയുമായിരുന്നു, ദുരന്തങ്ങൾ മുഴുവൻ സംഭവിക്കുമ്പോഴും വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതല്ലാതെ മാധവ് ഒരു സഹായവും ചെയ്തിട്ടില്ല. മോള് പറയുമായിരുന്നു, ദുരന്തങ്ങൾ മുഴുവൻ സംഭവിക്കുമ്പോഴും വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതല്ലാതെ മാധവ് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന്. വീട് പോയപ്പോഴും സ്നേഹിച്ചവർ ഓരോന്നായി പോയപ്പോഴും നീ ഇരിക്കുന്ന എന്റെ മോൾ അവിശ്വാസിയായപ്പോഴും മാതാവ് കൈവിടില്ല എന്ന് വിശ്വസിച്ചവളാ ഞാൻ. മുറ തെറ്റാതെ പ്രാർത്ഥിച്ചവളാ ഞാൻ. എന്നിട്ടും എന്തിനാ മാതാവ് എന്നോട് ഇത് ചെയ്തത്? മതി, നിർത്തി. ഞാൻ നിർത്തുക. എന്റെ മോളുടെ വഴിയാ ശരി. ഇനി ഞാൻ ഈ മാതാവിനെ വിശ്വസിക്കില്ല. എന്നേലും ജോണിച്ചായൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു, കൊതിച്ചിരുന്നു. ചതിച്ചു. ഈ മിന്ന് എന്റെ കഴുത്തിൽ കെട്ടിത്തന്ന ജോണച്ചായൻ മാത്രമല്ല, ഓരോ ശ്വാസത്തിലും വിശ്വസിച്ച മാതാവും ചതിച്ചു. ഇനിയില്ല. അമ്മച്ചി, വേണ്ട മോളെ, ആരും വേണ്ട. നമുക്ക് നമ്മൾ മാത്രം മതി. പപ്പ ശരിക്കും നമ്മളെ ചതിച്ചു, മരണം കൊണ്ടുപോലും. അല്ല, പപ്പ നമ്മളെ കാണാനായി വന്നിരുന്നു. പപ്പ മരിച്ചതിന് തലേ ദിവസം അമ്മച്ചി എന്നെയും പപ്പ മാറി മാറി വിളിച്ചിരുന്നു. ഞാനാ തെറ്റ് ചെയ്തത്. അമ്മച്ചിയുടെ ഒരു പ്രാർത്ഥനയും മാതാവ് കേൾക്കാതിരുന്നിട്ടില്ല. പപ്പ വിളിച്ചിരുന്നു.